മണലും മെറ്റലും കൊണ്ട് തുലാഭാരം. ശ്രീകൃഷ്ണ ഭഗവാന്റെ ആവാസഗേഹമായ പാർലിക്കാട് വെള്ളത്തിരുത്തി ക്ഷേത്രത്തിലാണ് ഭക്തന്റെ വഴിപാട് നടന്നത്. ജീവകാരുണ്യ പ്രവർത്തകൻ പാർലിക്കാട് സ്വദേശി ഡോക്ടർ ഐശ്വര്യ സുരേഷാണ് വേറിട്ട വഴിപാട് നടത്തിയത്. ക്ഷേത്രത്തിൽ പുതിയ തുലാഭാരത്തട്ടും സമർപ്പിച്ചു. കെട്ടിട നിർമ്മാണ കരാറുകാരനായ സുരേഷിന്റെ ബാല്യ യൗവനകാലങ്ങൾ ദുരിതപൂർണമായിരുന്നു. വെള്ളത്തിരുത്തി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദിനംപ്രതി കുളിച്ചു തൊഴാൻ എത്തിയിരുന്നത് ഒരു രൂപ പോലും കാണിക്ക വയ്ക്കാൻ കഴിയാതിരുന്ന ഭൂതകാലം. വീട്ടിൽ നട്ടുവളർത്തിയ പൂജാപുഷ്പങ്ങൾ മാത്രമാണ് ഭഗവാന് സമർപ്പിച്ചിരുന്നത്. ആദ്യകാലങ്ങളിൽ ടാക്സി ഡ്രൈവറായി തൊഴിലെടുത്ത സുരേഷ് പിന്നീട് കെട്ടിട നിർമ്മാണ മേഖലയിലേക്ക് മാറി. ക്ഷേത്രത്തിലേക്ക് ഒരു തുലാഭാരത്തട്ട് നൽകണമെന്നത് സുരേഷിന്റെ വർഷങ്ങളായുള്ള സ്വപ്നമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വ്യത്യസ്തമായ തുലാഭാരവും സമർപ്പണവും. ക്ഷേത്രത്തിൽ സമർപ്പിച്ച തുലാഭാരത്തട്ടിൽ പഞ്ചസാര കൊണ്ട് ആദ്യം സുരേഷിന്റെ മാതാവ് തങ്കവും തുടർന്ന് മെറ്റലും മണലും കൊണ്ട് സുരേഷും തുലാഭാരം നടത്തി. വെള്ളത്തിരുത്തി ക്ഷേത്രവും പരിസരവും തനിക്കേറെ പ്രിയപ്പെട്ടതായിരുന്നുവെന്ന് സുരേഷ് പറയുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തിന്റെ ദുരവസ്ഥ തിരിച്ചറിഞ്ഞ ക്ഷേത്രത്തിലെ അന്നത്തെ പൂജാരി കൃഷ്ണയ്യർ സുരേഷിനെ തൊട്ടടുത്തുള്ള പാർലിക്കാട് വ്യാസാശ്രമത്തിലെ സ്വാമി പുരുഷോത്തമ തീർത്ഥയുടെ അടുത്തെത്തിച്ചു. സ്വാമി സമാധിയായെങ്കിലും അദ്ദേഹം നൽകിയ പ്രചോദനവും നിർദ്ദേശങ്ങളുമാണ് തന്റെ ജീവിതത്തിൽ പുതുവെളിച്ചം പകർന്നതെന്ന് സുരേഷ് പറയുന്നു. കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങളിലേക്കായി പുഷ്പ ഉദ്യാനങ്ങൾ ഒരുക്കിയും ശ്രദ്ധേയനാണ് ഇദ്ദേഹം. കുട്ടിക്കാലത്ത് പുഷ്പങ്ങൾ മാത്രമാണ് തന്റെ ആരാധനാമൂർത്തികൾക്ക് സുരേഷിന് സമർപ്പിക്കാൻ കഴിഞ്ഞത്. ഇതാണ് പിന്നീട് ശബരിമലയിൽ ഉൾപ്പെടെ പുഷ്പോദ്യാനങ്ങൾ ഒരുക്കാൻ സുരേഷിനെ പ്രേരിപ്പിച്ചത്. നിരവധി ക്ഷേത്രങ്ങളിലെ പൂരക്കമ്മിറ്റി രക്ഷാധികാരിയായും പ്രവർത്തിച്ചു വരുന്ന സുരേഷ് നിരവധി വയോജനങ്ങൾക്ക് പെൻഷൻ നൽകിയും വർഷം തോറും വിദ്യാർത്ഥികൾക്കായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തുമെല്ലാം ജീവകാരുണ്യ രംഗങ്ങളിൽ സജീവ സാന്നിധ്യമാണ്.